നീർനായയുടെ രൂപത്തിലേക്ക് മാറിയ തിങ്ങിയാന് പഴയതുപോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണല്ലോ. അവൾക്ക് കുറച്ച് ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് സിമാജിയാവോ അവളോട് പറഞ്ഞിരുന്നു. പറഞ്ഞതുപോലെ തന്നെ ചിയാങ് സിറ്റിയിലേക്ക് അവൻ അവളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. സ്നേക്കല്ല ഇനി മുതൽ നിഞ്ചു എന്ന് പറയാം. നിഞ്ചുവും അവർക്കൊപ്പമുണ്ട്. ഈ സിറ്റി അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലമാണ്. തെരുവിലൂടെ നടക്കുമ്പോൾ തിങ്ങിയാൻ അവിടെ കണ്ട കാഴ്ചകളെ പറ്റി പലതും ചിന്തിക്കുന്നുണ്ട്. അവളുടെ ഈ ചിന്തകളൊക്കെ ഇപ്പോൾ സിമാജിയാവോയ്ക്ക് കേൾക്കാൻ സാധിക്കും. അവൾ മനസ്സിൽ ഓരോന്ന് പറഞ്ഞപ്പോൾ അവൻ അതിന് മറുപടി പറയുന്നുണ്ട്. അതോടെ അവന് തൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അവൾക്ക് സംശയമാവുന്നു. അവനെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവൾ അവൻ്റെ തോളിൽ നിന്നിറങ്ങി കുറച്ച് മാറി നിന്ന് അവനെ തെറി വിളിക്കുന്നുണ്ട്. സേഫായൊരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവളത് പറഞ്ഞത്. നീ എന്നെ ചീത്ത പറയുവാണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും സ്പിരിറ്റ് ഫയർ അവൻ എന്തോ ഒരു സിഗ്നൽ നൽകുന്നതിനാൽ അവൻ്റെ ശ്രദ്ധ മാറുന്നു. അവനുമായി രക്തബന്ധമുള്ള ആരോ അടുത്തെവിടെയോ ഉണ്ടെന്നുള്ള ഒരു സൂചനയാണ് അവന് കിട്ടിയത്. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിക്കാനായി അവൻ അടുത്ത് കണ്ട ഒരു ബിൽഡിങ്ങിലേക്ക് കയറുന്നു. അതൊരു വേശ്യാലയമായിരുന്നു. അതുകൊണ്ട് തന്നെ തിങ്ങാനെയും നിഞ്ചുവിനെയും പുറത്ത് നിർത്തിയിട്ട് അവൻ തനിച്ചായിരുന്നു അകത്തേക്ക് പോയത്. പക്ഷേ തിങ്ങാൻ വേഗം ചാടി അവൻ്റെ ഡ്രസ്സിനുള്ളിലേക്ക് കയറി അവൻ്റെ ഒപ്പം അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അകത്തെ കാഴ്ചകൾ കുറച്ച് അടൽസുള്ളതായിട്ടുള്ളതായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇതുകൊണ്ടാണോ നിഞ്ചുവിനെ പുറത്ത് നിർത്തിയിട്ട് വന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ മനുഷ്യനായിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും അവൻ്റെ മനസ്സിലേക്ക് കയറ്റണമെന്ന് കരുതി ആണ് അവനെ കൊണ്ടുവരാതിരുന്നതെന്ന് സിമാജിയാവോ പറയുന്നു. അവർ കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ അവൻ അന്വേഷിച്ചു വന്ന ആളെന്ന് തോന്നിക്കുന്ന ഒരാളെ അവർ കാണുന്നുണ്ട്. അയാളുടെ പേര് യാൻ ഹുവാൻ എന്നാണ്. അയാൾ അന്ന് 14ാമത്തെ ഭാര്യയെ വിവാഹം കഴിച്ചതേ ഉള്ളൂ. എന്നിട്ടും അവൾക്കൊപ്പം നിൽക്കാതെ ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അതിനെപ്പറ്റിയൊക്കെ അവൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്ന ആൾക്കാർ അവനോട് സംസാരിക്കുന്നത് കേട്ട് അവിടെ നടക്കുന്നത് എന്താണ് എന്ന് സിമാജിയാവോയും തിങ്ങാനും ഊഹിക്കുന്നുണ്ട്. ഈ യാനിന് 14 ഭാര്യമാരുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ തിങ്ങാൻ ആകെ ഷോക്കാവുന്നു. അവൻ ഒരു വൃത്തികെട്ടവനാണ് എന്ന രീതിയിൽ അവൾ അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഈ യാനിൻ്റെ ശരീരത്തിൽ ഫ്ലെയിമിൻ്റെ ഷേപ്പിലുള്ള ഒരു അടയാളവും സിമാജിയാവോ കാണുന്നുണ്ട്. അങ്ങനെ ഒരു അടയാളമുള്ള ആളെ അന്വേഷിച്ചാണല്ലോ അവൻ ഈ സിറ്റിയിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്ന ആൾ അയാൾ തന്നെയാണ് എന്ന് അവൻ ഉറപ്പിക്കുന്നു. ഞാൻ ഒരു പെണ്ണിനെയും കൂട്ടി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവനെതിരായി മറ്റൊരു പെണ്ണ് വന്ന് അവനെ തടയുന്നുണ്ട്. അവളുടെ പേര് ഷോഷിംഗർ എന്നാണ്. അവൾ അവൻ്റെ ലവറായിരുന്നു. ഇപ്പോൾ പക്ഷേ അവൻ അവളെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അതിൻ്റെ കാരണം അന്വേഷിച്ചാണ് അവൾ അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവളെ ഒട്ടും പരിചയമില്ലാത്തതുപോലെ അവിടുത്തെ ഒരു ജോലിക്കാരനെ കൊണ്ട് അവളെ അവിടെ നിന്ന് പിടിച്ച് മാറ്റിച്ചിട്ട് ഞാൻ തൻ്റെ വഴിക്ക് പോകുന്നു. തിങ്ങാന് ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവനെ പിന്നെയും കുറേ ചീത്ത വിളിക്കുന്നുണ്ട്. അവൾ ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും അർത്ഥം സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി വിശദമായി കേൾക്കാനൊന്നും അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. ഞാനെ അവൻ ഫോളോ ചെയ്ത് അയാളുടെ മുറിയിലെത്തുന്നു. ആ സമയത്ത് അയാൾ തനിച്ചായിരുന്നു. അങ്ങനെ ഒരു മാജിക് ഉപയോഗിച്ച് സിമാജിയാവോ അയാളെ എവിടെയോ ഒളിപ്പിച്ചിട്ട് അവൻ അയാളുടെ രൂപത്തിലേക്കാകുന്നു. ഇപ്പോൾ തിങ്ങാന് മാത്രമാണ് സിമാജിയാവോ ആണ് അതെന്ന് മനസ്സിലാവുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ണിൽ സിമാജിയാവോ ഇപ്പോൾ ഞാനാണ്. താനുമായി രക്തബന്ധമുള്ള ആളാണ് ഈ യാൻ എന്ന് സിമാജിയാവോയ്ക്ക് സംശയം തോന്നിയിരുന്നല്ലോ. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടി യാൻ ആണ് എന്ന രീതിയിൽ അയാളുടെ വീട്ടിൽ കയറിക്കൂടുകയാണ് ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം. അങ്ങനെ അവൻ യാൻ ആണ് എന്ന രീതിയിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. യാൻ്റെ പരിചയക്കാർ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരോട് കൂടുതൽ സൗഹൃദത്തിൽ നിന്നും നിൽക്കാതെ അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ഷോഷിംഗർ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ യാനാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. ഞാൻ അവളുമായി പ്രണയത്തിലായതായിരുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും വരില്ല എന്നവൾക്ക് വാക്ക് കൊടുത്തിരുന്നതുമാണ്. പിന്നെ എന്തിനാണ് വീണ്ടും ഇങ്ങനെയൊരു സ്ഥലത്തേക്ക് വന്നതെന്ന് ചോദിച്ചാണ് അവൾ പരാതി പറഞ്ഞുകൊണ്ട് നിന്നത്. തിങ്ങാൻ ഇപ്പോഴും സിമാജിയാവോയുടെ തോളിലുണ്ട്. പക്ഷേ അവളെയും ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ മഹാവൃത്തിവെട്ടവനാണ്. ഇനിയും അവന് വേണ്ടി ജീവിതം പാഴാക്കാതെ സ്വന്തം ജീവിതം നോക്കിപ്പോവാൻ എന്ന രീതിയിൽ തിങ്ങാൻ പറഞ്ഞതനുസരിച്ച് സിമാജിയാവോ ഷിങ്ങറെ ഉപദേശിക്കുന്നു. തിങ്ങാൻ പറഞ്ഞു കൊടുത്ത വാക്കുകൾ അവളുടെ നിർബന്ധം കാരണം അതേപോലെ പറയുക മാത്രമാണ് സിമാജിയാവോ ചെയ്തത്. ഞാൻ മുന്നിൽ നിന്ന് പറയുന്നത് പോലെയാണ് ഷിങ്ങർക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഷിങ്ങർ വന്നത്. അവർക്ക് കഴിഞ്ഞ മാസം ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അക്കാര്യം ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല. അവൾക്ക് ഇതുവരെ പേരും ഇട്ടിട്ടില്ല. മകൾക്ക് ഒരു പേര് നിർദ്ദേശിക്കണമെന്ന് ഷിങ്ങർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് സിമാജിയാവോ അവിടെ നിന്ന് പോകുന്നു. അല്ലെങ്കിലും സിമാജിയാവോയ്ക്ക് അവരുടെ മകൾക്ക് പേര് നിർദ്ദേശിക്കാൻ പറ്റില്ലല്ലോ. യാൻ്റെ വണ്ടിയിൽ യാനായിട്ട് സിമാജിയാവോ ഇപ്പോൾ അയാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. വണ്ടിക്കുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവൻ തിങ്ങാനെ മനുഷ്യരൂപത്തിലേക്കാക്കുന്നു. 3 മാസം നിർണയയുടെ രൂപത്തിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മനുഷ്യരൂപത്തിലേക്ക് വന്നത് തിങ്ങാന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും ആ മരുന്ന് വർക്കാവുന്നത്. നിന്നെ മനുഷ്യനാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ നിനക്ക് അങ്ങനെ ആവാൻ പറ്റും. നമ്മൾ മാത്രമുള്ളപ്പോൾ നിനക്ക് ഈ രൂപത്തിൽ തുടരാം. ബാക്കിയുള്ളവരെ കണ്ടാൽ നീ ഇപ്പോഴും നിർണയ ആയിരിക്കും. കാരണം നീ മരിച്ചു എന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നൊക്കെ സിമാജിയാവോ അവളോട് പറയുന്നു. വീണ്ടും നിർണായയുടെ രൂപത്തിലേക്ക് മാറുമെന്ന് പറഞ്ഞപ്പോൾ തിങ്ങാൻ വിഷമമാവുന്നുണ്ടെങ്കിലും അവൾ അതൊക്കെ മറന്ന് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ആ സമയത്ത് ഷിങ്ങർ അവളെ കാണാനിടയാവുന്നു.
യാനിൻ്റെ വണ്ടിയിലിരിക്കുന്നത് കാരണം യാനിൻ്റെ പുതിയ ഭാര്യയായിരിക്കും അതെന്നാണ് ഷിങ്ങർ കരുതിയത്. അങ്ങനെ സിമാജിയാവോ യാനായി അയാളുടെ വീട്ടിലെത്തുന്നു. അകത്തെത്തി കഴിഞ്ഞപ്പോൾ നേരത്തെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ശരിക്കുള്ള യാനെ അവൻ പുറത്തിറക്കുന്നുണ്ട്. തൻ്റെ രൂപത്തിൽ തന്നെ വേറൊരാൾ നിൽക്കുന്നുണ്ട്. യാൻ അമ്പരക്കുന്നു. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും സിമാജിയാവോ അവനെ തടയുന്നു. ഈ സമയത്ത് അയാൾ അച്ഛനെയൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുറത്തു നിന്നൊരു ജോലിക്കാരൻ വന്നിട്ട് അച്ഛൻ 1 മാസത്തേക്ക് അടുത്തുള്ള സിറ്റിയിലേക്ക് പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. സിമാജിയാവോ ആണ് അതിന് വാതിൽ തുറന്ന് മറുപടി നൽകിയത്. ജോലിക്കാരൻ പോയി കഴിഞ്ഞപ്പോൾ അവൻ വാതിലടച്ചിട്ട് സ്വന്തം രൂപത്തിലേക്ക് മാറുന്നു. അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന തിങ്ങിയാനും മനുഷ്യരൂപത്തിൽ പുറത്തു വരുന്നു. യാനെക്കൊണ്ട് സത്യം പറയിക്കുന്നതിന് വേണ്ടി സിമാജിയാവോ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കുന്നു. എന്നിട്ട് അയാളുടെ ശരീരത്തിലുള്ള ആ അടയാളം എങ്ങനെ വന്നതാണെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയുമായിരുന്നില്ല. മുമ്പ് എപ്പോഴോ ഏതോ ഒരു സ്ഥലത്ത് അയാൾ വളരെ ക്രൂരമായി ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും അയാളെ വളരെയധികം പേടിപ്പിക്കുന്നുണ്ട് എന്നുമൊക്കെ അയാളുടെ സംസാരത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നു. ആ അടയാളത്തെക്കുറിച്ചുള്ള ചിന്ത പോലും അയാളെ പേടിപ്പിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അത് കാരണം അയാളുടെ മനസ്സ് പോലും കൺട്രോളിൽ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ട്രൂത്ത് സ്പെല്ല് പോലും വർക്കാവാത്തതെന്ന് തിങ്ങാൻ സിമാജിയാവോയോട് പറയുന്നുണ്ട്. ട്രൂത്ത് സ്പെല്ല് വർക്കാവാത്തത് കൊണ്ട് തന്നെ സിമാജിയാവോ അയാളുടെ സോൾ സെർച്ച് ചെയ്ത് ഓർമ്മകളിൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ അച്ഛൻ അയാളെ വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നതും പേരക്കുട്ടികളെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നതും ഒക്കെയാണ് അവന് അയാളുടെ ഓർമ്മകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ അവന് ആവശ്യമായ രീതിയിലുള്ള ഇൻഫർമേഷനൊന്നും അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അയാളിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെയുള്ള ജോലിക്കാരിൽ ആരെങ്കിലുമൊക്കെ കൊന്നിട്ട് വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും എന്ന് സിമാജിയാവോ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ക്രൂരത കാണിക്കുന്നത് ശരിയല്ല. ആവശ്യമില്ലാതെ ആരെയും കൊല്ലേണ്ട ആവശ്യമില്ല. കുറച്ച് വെയിറ്റ് ചെയ്താൽ നമുക്ക് തന്നെ സത്യങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് തിങ്ങാൻ അവനെ തണുപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശരിക്കുള്ള യാനെ തടവിലാക്കിയിട്ട് സിമാജിയാവോ യാനായി അവിടെ താമസം തുടങ്ങുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ യാനിൻ്റെ ഭാര്യമാരെല്ലാവരും കൂടി അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് തങ്ങളുടെ മക്കളെ കാണണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അവരൊക്കെ ജനിച്ച സമയത്ത് മാത്രമാണ് കുട്ടികളെ കണ്ടിട്ടുള്ളത്. പിന്നീട് ഇതുവരെ മക്കൾ എവിടെയാണെന്ന് പോലും അവർക്കാർക്കും അറിയില്ല. പക്ഷെ അവരോടൊന്നും മറുപടി പറയാതെ സിമാജിയാവോ അവരുടെ അടുത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. തന്നെ മനുഷ്യരൂപത്തിലേക്ക് ആക്കുമോ എന്ന് തിങ്ങാൻ അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവൾ ഇത്ര അത്യാവശ്യമായി മനുഷ്യരൂപത്തിലേക്ക് ആവണമെന്ന് പറയുന്നത് ഷിങ്ങറിൻ്റെ അടുത്ത് പോയി യാൻ്റെ ശരിക്കുള്ള സ്വഭാവം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിലും ഷിങ്ങർ ഇവനെ ഉപേക്ഷിച്ച് നല്ലൊരു ജീവിതം അന്വേഷിച്ച് പോകുമല്ലോ. അതാണ് തിങ്ങാൻ്റെ പ്രതീക്ഷ. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സിമാജിയാവോ അവളെ മനുഷ്യരൂപത്തിലേക്ക് ആക്കാമെന്ന് സമ്മതിക്കുന്നു. പക്ഷെ ഷിങ്ങറെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ യാൻ്റെ ശരീരത്തിലുള്ള അടയാളത്തെപ്പറ്റി അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നുള്ള കാര്യം കൂടി ചോദിച്ചറിഞ്ഞ് വരണം എന്നൊരു കണ്ടീഷൻ കൂടി അവൻ വയ്ക്കുന്നുണ്ട്. തിങ്ങാന് അത് സമ്മതിക്കാതെ നിവർത്തിയില്ലല്ലോ. അങ്ങനെ അവൾ അത് സമ്മതിക്കുന്നു. അവനവളെ മനുഷ്യരൂപത്തിലേക്ക് ആക്കുന്നു. അങ്ങനെ അവൾ ഷിങ്ങറെ അന്വേഷിച്ച് പുറപ്പെടുന്നുണ്ട്. അവിടെ ഒരു മാർക്കറ്റിൽ കുഞ്ഞിനെയും കൊണ്ട് എന്തോ കച്ചവടം ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ഷിങ്ങറെ അവൾ കണ്ടെത്തുന്നു. മുമ്പ് യാൻ്റെ വണ്ടിയിൽ വെച്ച് കണ്ടതിനാൽ തിങ്ങാൻ യാൻ്റെ ഭാര്യയാണ് എന്നാണല്ലോ ഷിങ്ങർ വിചാരിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഷിങ്ങർ അവളോട് സംസാരിച്ചത്. പക്ഷേ എനിക്ക് യാനുമായി യാതൊരു ബന്ധവുമില്ല. അവൻ ഒരു വൃത്തികെട്ടവനാണ്. അവനെപ്പോലെ ഒരുത്തൻ്റെ പുറകെ കടിച്ചു തൂങ്ങി നിൽക്കാതെ ഈ പണവും കൊണ്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് തിങ്ങാൻ അവൾക്ക് കുറച്ച് പണം നൽകാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ ഷിങ്ങർ അത് വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല തിങ്ങാൻ പറയുന്നത് പോലെയുള്ള ഒരാളല്ല യാനെന്നും അവൾ വാദിക്കുന്നുണ്ട്. ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പരസ്പരം ഇഷ്ടപ്പെട്ടതെന്നും അവൾ ഓർത്തെടുക്കുന്നു. ഞാൻ നേരിട്ട് വന്ന് തന്നെ ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് തുറന്നു പറയാതെ അവിടെ നിന്ന് പോകാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് അവൾ തിങ്ങാൻ നൽകിയ പണം വാങ്ങാൻ തയ്യാറാവുന്നില്ല. പ്രണയിച്ചിരുന്ന സമയത്ത് ഒരുമിച്ച് ഒരുപാട് കവിതകൾ വായിച്ചിട്ടുള്ളതും പ്രണയത്തെക്കുറിച്ച് പറഞ്ഞിരുന്ന സങ്കല്പങ്ങളെക്കുറിച്ചുമൊക്കെ ചെറിയ രീതിയിൽ ഷിങ്ങർ തിങ്ങാനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിങ്ങനെ പെരുമാറുന്നത് ഷിങ്ങർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും അവിടെ നിന്ന് പോകാൻ തയ്യാറല്ല എന്ന് അവൾ തീർത്ത് പറയുന്നുണ്ട്. വന്ന കാര്യമോ നടക്കുന്നില്ല എങ്കിൽ പിന്നെ സിമാജിയാവോ പറഞ്ഞതുപോലെ ബർത്ത് മാർക്കിനെ കുറിച്ച് അവൾക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് തിങ്ങാൻ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അടയാളം അവൻ്റെ ശരീരത്തിലുള്ളതിനെ പറ്റി ഷിങ്ങർക്കും അറിയാം. പക്ഷേ അതിനെപ്പറ്റി കൂടുതലൊന്നും അവൾക്കും അറിയില്ല. അങ്ങനെ തിങ്ങാൻ നിരാശയായി മടങ്ങേണ്ടി വരുന്നു. അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ പോയ കാര്യം കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല എന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അറിഞ്ഞ കാര്യങ്ങളൊക്കെ തിങ്ങാൻ സിമാജിയാവോട് പറയുന്നു. മാത്രമല്ല ഷിങ്ങർ ഒരു രക്ഷയുമില്ലാത്ത ഒരു റൊമാൻറ്റിക് ടൈപ്പാണ്. അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നും അവൾ പറയുന്നുണ്ട്. അവൾ മുമ്പ് ഇതുപോലെ എന്തെങ്കിലും പ്രണയബന്ധത്തിലായിട്ടുണ്ടോ എന്ന് സിമാജിയാവോ അവളോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല, എനിക്ക് എൻ്റെ കാര്യങ്ങൾ തന്നെ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തിങ്ങാൻ പറഞ്ഞപ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. പ്രണയമൊക്കെ വെറും ഉപയോഗമില്ലാത്ത പരിപാടിയാണ്, അതിനൊന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. പക്ഷെ അവൻ പറയുന്നത് പോലെയല്ല, ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ അത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആവാനും സാധ്യതയുണ്ട് എന്നൊക്കെ തിങ്ങാൻ പറയുന്നുണ്ടെങ്കിലും സിമാജിയാവോ അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവനെപ്പോലെ ഒരാൾ പ്രണയത്തിൽ വിശ്വസിക്കാത്തതിൽ തിങ്ങാൻ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് അവൾ പിന്നെ കൂടുതൽ തർക്കിക്കുന്നില്ല. അവൾ കണ്ണാടിക്ക് മുന്നിലേക്ക് ചെന്നിരുന്നപ്പോഴേക്കും അവൻ അവളുടെ രൂപം മാറ്റുന്നു.
എന്നിട്ട് അവൻ ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. നാളെ എനിക്കിന്ന് മാർക്കറ്റിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പോഴെങ്കിലും എന്നെ മനുഷ്യരൂപത്തിലേക്ക് ആക്കുമോ എന്നൊക്കെ ചോദിച്ച് അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ അവളെ കൂടി എടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. നിഞ്ചുവിൻ്റെ ഡ്രസ്സിൽ റൂളിംഗ് ഒരു മാജിക് ഫ്ലൈയെ ഒളിപ്പിച്ചിരുന്നല്ലോ. അത് ശരിക്കും അവൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ലൊക്കേഷൻ ട്രാക്കറായിരുന്നു. അങ്ങനെ അവൻ ഈ ആൻ്റെ കൊട്ടാരത്തിലുണ്ട് എന്നറിഞ്ഞ് അവളും ഇപ്പോൾ അവിടെ എത്തിയിരിക്കുകയാണ്. ആ സമയത്താണ് തിങ്ങാൻ നീർനായുടെ രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ അവൾ റൂളിങ്ങിനെ കാണുന്നു. റൂളിങ്ങിൻ്റെ അടുത്ത് നിന്ന് അവൾ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെങ്കിലും റൂളിങ്ങിന് അത് തിങ്ങാനാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. റൂളിങ് അവളെ മൈൻഡ് ചെയ്യാതെ മറ്റൊരു വഴിയിലൂടെ മതിൽ ചാടി ആ കൊട്ടാരത്തിനുള്ളിൽ കടന്ന് അവൾക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങുന്നു. തിങ്ങാനും അവളെ ഫോളോ ചെയ്ത് ചെല്ലുന്നു. ഒരു പേപ്പറിൽ ഞാൻ തിങ്ങാനാണെന്ന് എഴുതി കാണിച്ചുകൊണ്ട് അവൾ റൂളിങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവസാനം റൂളിങ്ങിന് അവളെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും പൂർണ്ണമായി വിശ്വാസം വരാത്തതുകൊണ്ട് മുമ്പ് ഒരുമിച്ചിരുന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തിങ്ങാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് തിങ്ങാൻ തന്നെയാണ് എന്ന് റൂളിങ്ങിന് ഉറപ്പാകുന്നു. സന്തോഷത്തോടെ അവളെ കയ്യിലെടുക്കുന്നുമുണ്ട്. അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിമാജിയാവോ അവളെ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ആക്കിയിരിക്കുന്നതെന്ന് റൂളിങ്ങിന് മനസ്സിലാവുന്നു. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിഞ്ചു അവിടേക്ക് വന്നത്. തിങ്ങാനെ അന്വേഷിച്ച് വന്നതാണ്. എന്തായാലും അവളെ കണ്ടെത്തിയെന്ന് റൂളിങ് പറഞ്ഞപ്പോൾ നീ അവളെ കണ്ടെത്തിയോ, അവൾ എവിടെയെന്ന് ചോദിച്ച് നിഞ്ചു ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ ഇതുവരെ തിങ്ങാനെ മനസ്സിലായിട്ടില്ല എന്ന് റൂളിങ് അറിയുന്നത്. അവനോട് പറയരുതെന്ന് തിങ്ങാൻ ആംഗ്യം കൂടി കാണിക്കുന്നതിനാൽ അവൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോഴേക്കും സിമാജിയാവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തിങ്ങാൻ റൂളിങ്ങിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞു എന്ന് അവന് മനസ്സിലാവുന്നു. ഇത്ര വലിയൊരു സീക്രട്ട് പറയാൻ മാത്രം അടുപ്പം അവൾക്ക് നിന്നോടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ടേക്ക് വന്നത്. തിങ്ങാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, ഞാൻ അവളെക്കുറിച്ച് ഓർത്ത് നന്നായി വിഷമിച്ചിരുന്നു, അതുകൊണ്ടാണ് എന്നോട് അവൾ സത്യം പറഞ്ഞതെന്ന് റൂളിങ് പറയുന്നുണ്ട്. സിമാജിയോയ്ക്കും റൂളിങ്ങിനും തിങ്ങാൻ എവിടെയാണെന്ന് അറിയാം. എന്നിട്ട് തന്നോട് അതിനെക്കുറിച്ച് പറയാത്ത എന്താണെന്ന് നിഞ്ചു പരാതി പറയുന്നുണ്ട്. നിന്നോട് ഇത് ഒളിപ്പിച്ച് വെക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, നീ നിന്നോട് തന്നെ ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ട് സിമാജിയോ അവിടെ നിന്ന് പോകുന്നു. മുന്നിലിരിക്കുന്നത് തിങ്ങാനാണെന്ന് അവന് പക്ഷേ യാതൊരു ഐഡിയയുമില്ല. റൂളിങ്ങും പറയുന്നില്ല. റൂളിങ് തിരികെ പോകുന്ന സമയത്ത് നിഞ്ചു കൂടി അവൾക്കൊപ്പം പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൾ തന്നെ മാസ്റ്ററായിട്ട് ഇതുവരെ തനിക്ക് പുതിയതായ കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു തന്നില്ലല്ലോ, എന്നെ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവനെ എന്ത് പഠിപ്പിക്കണമെന്ന് ആലോചിച്ച് റൂളിങ് മുന്നോട്ട് നടന്നപ്പോഴാണ് വഴിയിലൊരു കച്ചവടക്കാരനെ അവൾ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവനെയും കൊണ്ട് അവൾ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ കണ്ട ഒരു വിസിൽ അവൾ താല്പര്യത്തോടെ എടുത്ത് നോക്കുന്നുണ്ട്. കച്ചവടക്കാരൻ അതിന് 100 നാണയങ്ങൾ വില പറയുന്നു. പക്ഷേ അത് 10 നാണയത്തിനുള്ളത് പോലും ഇല്ല എന്ന് പറഞ്ഞ് അവൾ വില പേശുന്നുണ്ട്. അയാൾ അതിന് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. വേറെ വില കുറഞ്ഞ ഒരെണ്ണം എടുത്തോളാൻ അവളോട് പറയുന്നു. പക്ഷേ റൂളിങ് അത് വേണ്ടെന്ന് പറഞ്ഞ് അവളെ തിരികെ വെച്ചിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ തിരികെ വിളിച്ചിട്ട് അത് അവൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ കൊടുക്കാൻ തയ്യാറാവുന്നു. നിഞ്ചു ആദ്യം അയാൾ ചോദിച്ച് പൈസ കൊടുക്കാനായി തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വില പേശി അവൾ അത്ര വില കുറച്ച് അത് വാങ്ങിയത് അവനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്ന കൂട്ടത്തിൽ ആ വിസിൽ അവൾക്ക് സമ്മാനമായി അവൻ നൽകുന്നു. അതിൻ്റെ സൗണ്ട് കിലോമീറ്ററുകൾ ദൂരം വരെ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനി ദൂരെയാണെങ്കിലും അവനെ കാണണമെന്നുള്ള ആവശ്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ആ വിസിൽ ഊതിയാൽ അവൻ അടുത്തെത്തുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവനത് സമ്മതിക്കുന്നു. അതേപോലെ ആ കച്ചവടക്കാരൻ്റെ അടുത്ത് നിന്ന് പഠിച്ചൊരു കാര്യം കൂടി അവൾ അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് അതേപോലെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാതെ ആവശ്യമുള്ളതാണെങ്കിൽ നോ പറയാൻ പഠിക്കണം എന്നുള്ള കാര്യമാണ് അവൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആദ്യം നല്ല രീതിയിൽ വേണ്ട എന്നുള്ള രീതിയിൽ അത് ഒഴിവാക്കി വിടാൻ ശ്രമിക്കണം. അത് നടക്കുന്നില്ലെങ്കിൽ അപ്പോഴും അയാൾ അതേ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കിതിന് സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം. അതും നടക്കുന്നില്ല എങ്കിൽ ഡയറക്റ്റായിട്ട് എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറയണം എന്നൊക്കെ അവൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പുതിയൊരു കാര്യം പഠിച്ച സന്തോഷത്തോടെ നിഞ്ചു അത് വീണ്ടും വീണ്ടും പറഞ്ഞ് പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്.